വചനം 42 വാക്കർത്ഥം. ഫദർഹും, ആകയാൽ നീ അവരെ വിട്ടേക്കുക. യഖൂദു, അവർ മുഴുകിക്കൊണ്ടിരിക്കട്ടെ. വയൽഅബു, കളിച്ചുകൊണ്ടുമിരിക്കട്ടെ. ഹത്താ യുലാഖൂ, അവർ കണ്ടുമുട്ടുന്നതുവരേക്കും. യൗമഹും, അവരുടെ ദിവസത്തെ. അല്ലദീ യുഅദൂൻ, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതായ, താക്കീതു ചെയ്യപ്പെടുന്നതായ. فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون. നബിയെ, ആകയാൽ നീ അവരെ വിട്ടേക്കുക. അവർ തോന്നിയ വാസത്തിൽ മുഴുകിയും കളിച്ചുകൊണ്ടുമിരിക്കട്ടെ. അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന അഥവാ താക്കീതു ചെയ്യപ്പെടുന്ന അവരുടെ ആ ദിവസവുമായി അവർ കണ്ടുമുട്ടുന്നതുവരേക്കും. വചനം 43 വാക്കർത്ഥം. യൗമ യഖ്റുജൂന, അവർ പുറപ്പെടുന്ന ദിവസം. മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്ന്, ശവക്കുഴികളിൽ നിന്ന്. സിറാഅൻ, ബദ്ധപ്പെട്ട് വേഗതയുള്ളവരായി. കഅന്നഹും, അവർ ആകുന്നു എന്ന പോലെ. ഇലാ നുസുബിൻ, ഒരു നാട്ടക്കുറി, നാട്ടിയ കുറിയിലേക്ക്. യൂഫിദൂൻ, ധൃതിപ്പെട്ടുവരുന്ന, പാഞ്ഞുവരുന്ന എന്ന പോലെ. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. അതായത് ഖബറുകളിൽ നിന്ന് അവർ ബദ്ധപ്പെട്ടവരായി പുറത്തുവരുന്ന ദിവസം അവർ ഒരു നാട്ടക്കുറിയിലേക്ക് ധൃതിപ്പെട്ടു വരുന്നതുപോലെയിരിക്കും. വചനം 44 വാക്കർത്ഥം. ഖാശിഅതൻ, താഴ്മ കാട്ടിക്കൊണ്ട്, വിനയം കാട്ടിക്കൊണ്ട്. അബ്സ്വാറുഹും, അവരുടെ ദൃഷ്ടികൾ, കണ്ണുകൾ. തർഹഖുഹും, അവരെ ആവരണം ചെയ്യും, മൂടും, ബാധിക്കും. ദില്ലത്തുൻ, നിന്യത. ദാലിക, അതത്രേ. അൽ യൗം, ദിവസമാണ് അഥവാ ദിവസം. അല്ലദീ കാനൂ യുഅദൂൻ, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന, താക്കീത് ചെയ്യപ്പെട്ടിരുന്ന. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലഃ ذلك اليوم الذي كانوا يوعدون. അവരുടെ കണ്ണുകൾ വിനയപ്പെട്ട് താഴ്മ കാണിച്ചുകൊണ്ട് നിന്യത അവരെ ആവരണം ചെയ്യുന്നതാണ്. അതത്രേ അവരോട് വാഗ്ദത്തം അഥവാ താക്കീതു ചെയ്യപ്പെട്ടിരുന്ന ആ ദിവസം. വചനം 42 മുതൽ 44 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഖിയാമത്ത് നാളിലെ രണ്ടാമത്തെ കാഹളം ഊത്തിനെ തുടർന്ന് എല്ലാവരും ഖബറുകളിൽ നിന്ന് ഭയവിഹ്വലരായും കൊണ്ട് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് ഓടിവരുന്നതിനെയാണ് ഒരു നാട്ടക്കുറിയെ ഉന്നം വച്ച് ധൃതിപ്പെട്ടു പാഞ്ഞുവരും പോലെ എന്ന് ഉപമിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ഊക്കും ധാർഷ്ട്യവുമെല്ലാം അവസാനിച്ച് അന്ന് അവരെല്ലാം താഴ്മയോടും വിനയത്തോടും കൂടി നിന്യമായ നിലയിൽ അവിടെ സമ്മേളിക്കും. ഇപ്പോൾ ഒരു വിധത്തിലും അവർ വഴങ്ങുന്നില്ലെങ്കിൽ തൽക്കാലം അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക എന്ന് താൽപ്പര്യം.